കാറ്റഗറി നമ്പർ 571/2025 VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിയേക്കാണ്. മക്കളെ, കാറ്റഗറി നമ്പർ മറക്കണ്ട. 571/2025 നിങ്ങൾ ജോലിക്ക് കയറാൻ പോകുന്ന കാറ്റഗറി നമ്പർ ആയിരിക്കും. അത് മനസ്സിനകത്ത് വെച്ചോ. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് VFA പോസ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ വകുപ്പ് ഏതാണ്? റവന്യൂ. ഉദ്യോഗ പേര് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ദെൻ ശമ്പളം 23,700 മുതൽ 52,600 വരെയാണ് സാലറി വരുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഇത് LGSനെക്കാളും മേളിലുള്ള ഒരു പോസ്റ്റാണ്. എന്നാൽ LDAക്കാളും താഴെയുള്ളൊരു പോസ്റ്റാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് അല്ല, മറിച്ച് ഓരോ ജില്ലകളിലും സെപ്പറേറ്റ് ആയിട്ടാണ് ലിസ്റ്റ് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിലെ മാറ്റങ്ങൾ. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ക്വാളിഫിക്കേഷൻ എന്താണ്? ഏജ് ലിമിറ്റ് എത്രയാണ്? ആർക്കൊക്കെ അപേക്ഷിക്കാം? ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ കിടപ്പുണ്ട്. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ 4% ഒഴിവുകൾ 1/10/2023 തീയതികളിലെ നമ്പർ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിത ശതമാനം ഭിന്നശേഷി ഉദ്യോഗർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. എല്ലാ നോട്ടിഫിക്കേഷനിലും വരുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് നിയമന രീതി നേരിട്ടുള്ള നിയമനം. ദെൻ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 മുതൽ 36 വരെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അതേസമയം നിങ്ങൾ OBC ആണെങ്കിൽ അവിടെ 3 വർഷം ഇളവുണ്ട്. അതായത് 2/1/1986 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേസമയം SC/ST ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. 5 വർഷം ഇളവുണ്ട്. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. അതായത് 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സാണ്, OBC ആണെങ്കിൽ 39 വയസ്സ്, SC/ST ആണെങ്കിൽ 41 വയസ്സാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സിൽ കൂടാൻ പാടില്ല. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, യോഗ്യത എന്താണ്? SSLC ആണ് യോഗ്യത വരുന്നത്. 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അതായത് ഇവിടെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 23,700 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് LGSനെക്കാളും തൊട്ടു മേളിലാണ് സാലറി വരുന്നത്. അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ അപ്ലൈ ചെയ്തു. നിങ്ങളുടെ മുമ്പിൽ 3 അവസരങ്ങളുണ്ട്. ഒന്ന്, കമ്പനി ബോർഡ് LGS നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. 6,51,000 ആൾക്കാർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കാണ്. ഇനി ബിവറേജ് LD നോട്ടിഫിക്കേഷൻ കൂടെ വരാനുണ്ട്. അപ്പൊ 3 നോട്ടിഫിക്കേഷൻ ഒറ്റ പ്രിപ്പറേഷൻ മാത്രം മതി. അത് നന്നായിട്ട് പഠിച്ചാൽ 3 റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതിനകത്ത് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ഫ്രം എന്ത്, അതായത് SSLCയെക്കാളും മേളിൽ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ ജോലിയാണ്. ഗവൺമെന്റ് കോർ സെക്ടറിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെ ശരിയാവും? കമ്പനി ബോർഡ് LGSും ബിവറേജ് LD ഒക്കെ സർക്കാർ ജോലിയല്ലേ? അല്ല. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ജോലി കിട്ടുന്നത്. അപ്പൊ അവിടെ KSFലാണ് നിങ്ങൾ കയറുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെൻഷൻ ഒന്നും കാണത്തില്ല. അതേപോലെ ബിവറേജ് LD നോക്കുകയാണെങ്കിൽ ബിവറേജ് എന്താണ്? അതും ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷെ ഇവിടെ VFA അങ്ങനെയല്ല. ഗവൺമെന്റിന്റെ കോർ സെക്ടറിലാണ്. സർക്കാർ ജീവനക്കാരനായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഗവൺമെന്റ് കോർ സെക്ടറിലേക്കാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. കൃത്യമായിട്ടുള്ള പെൻഷൻ, ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ, എത്രത്തോളം നിയമനം നടക്കും. അപ്പൊ ഇതൊരു ജില്ലാ തലത്തിലുള്ള ലിസ്റ്റ് ആണ്. 14 ജില്ലകളിലുമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ആണെങ്കിൽ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 22/2/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. ആ റാങ്ക് ലിസ്റ്റിന് 2027 ഫെബ്രുവരി മാസം വരെ കാലാവധി ഉണ്ട്. അതായത് ഇപ്പോ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 1 വർഷവും 10 മാസം അല്ല 9 മാസമാണ് അയക്കുന്നത്. ഈ 1 വർഷവും 9 മാസം കൊണ്ട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം 164 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 164. അതായത് എല്ലാ ജില്ലകളൂടെ എടുക്കുകയാണെങ്കിൽ 14 ജില്ലകളൂടെ എടുക്കുകയാണെങ്കിൽ നിലവിൽ തന്നെ ഏതാണ്ട് ഒരു 1,100-ലധികം നിയമനങ്ങൾ നടന്നതാണ്. 3 വർഷമാകുമ്പോൾ അത് 2000 നിയമനങ്ങൾക്ക് മേളിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ സാധ്യത നന്നായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലുമുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്തോ? അപ്ലൈ ചെയ്തോ. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. ഉടൻ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഈ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഒരു അടിപൊളി പ്രിപ്പറേഷൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, പഠിക്കാൻ സെറ്റ് ആയിട്ട് നിങ്ങൾ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ 3 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന്, ഞാൻ മെന്റർ ആയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ ഗോൾഡ് ബാച്ച്. ഞാനായിരിക്കും മെന്റർ വരുന്നത്. കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന, ഞാൻ കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ഗോൾഡ് ബാച്ച്. ഓക്കെ, എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് അടിപൊളിയായിട്ടൊരു മെന്റർഷിപ്പ് ഞാനായിരിക്കും മെന്റർ ആയിട്ട് വരുന്നത്. പിന്നെ
പഠിപ്പിച്ചേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി CPO, അതേപോലെ തന്നെ CEO, ദെൻ ഫയർമാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് ജോബിൻ സാറിന്റെ നേതൃത്വത്തിൽ സൂപ്പർ നോട്ട്സിന്റെ രണ്ടാമത്തെ ഗോൾഡ് ബാച്ച്, മാത്രമല്ല മൂന്നാമതായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LD, ഇതിനെല്ലാം കൂടി ചേർന്ന മൂന്നാമത്തെ ബാച്ച്. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗോൾഡ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി. ദെൻ കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LD, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നുമായിരിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? അപ്പോൾ പഠിക്കാൻ റെഡി ആണോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറഞ്ഞ് കൂടെ വരാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ഓക്കെ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട്, അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ക്ലാസ്സിൽ കാണാം മക്കളെ.